ആകയിൽ നിന്ന് നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് പിന്നെ ഒരു ഉല്ലാസയാത്രയാണ്. നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഒരു വെക്കേഷൻ പ്രമാണിച്ച് ചെറുതായിട്ടൊന്ന് അടിച്ചു പൊളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വാഗമണ്ണൊക്കെയാണ് പറഞ്ഞേക്കുന്ന സ്ഥലം. പക്ഷേ അതിപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് ഇവരെയും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇച്ചിരി സേഫായിട്ടുള്ള സ്ഥലത്ത് പോകാമെന്നുള്ളതാണ് ഹൗസ് ബോട്ട് നമ്മൾ തീരുമാനിച്ച്. അപ്പോൾ എല്ലാവർക്കും താല്പര്യമായി. അപ്പം നമ്മൾ ഒരു വണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കുറച്ച് പേര് ഒരു 10-18 പേരോളം ഉണ്ട്. നമ്മൾ എല്ലാവരും കൂടെ അടിച്ചു വിളിച്ചിട്ട് വരാം. അപ്പം ഒട്ടും ഭക്തി ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. ഭക്തിയോടെ നമ്മളൊരു വിനോദയാത്ര, കുഞ്ഞു പിള്ളേരുടെ ഒരു മനസ്സ് ഇണങ്ങിയൊരു യാത്രയാവട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേഗം ഹൗസ് ബോട്ടിൽ കയറാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. ഞങ്ങളെല്ലാവരും ഇറങ്ങട്ടെ. മാറിയില്ല, വളരെ തട്ടിയിടും. വേമ്പനാട്ട് കായലിന്നു ചാഞ്ചാട്ടം, തങ്കമണി ചുണ്ടനിന്നു മയിലാട്ടം, കുഴലൂതും കാറ്റേ കുളിർക്കോരും കാറ്റേ, കൂടെ വാ കൂടെ വാ കൂടെ തുഴയാൻ വാ. വേമ്പനാട്ട് കായലിന്നു ചാഞ്ചാട്ടം, തങ്കമണി ചുണ്ടനിന്നു മയിലാട്ടം, കുഴലൂതും കാറ്റേ കുളിർക്കോരും കാറ്റേ, കൂടെ വാ കൂടെ വാ കൂടെ തുഴയാൻ വാ. കൂട്ടുകാരറിഞ്ഞില്ലേ നാട്ടുവിശേഷം, ഒരു കുട്ടനാടൻ പെണ്ണിനിന്നു മതമവേഷം. പുത്രിട്ടാതി വള്ളം കളി കാണുകയോ, ഇവൾ പത്രാസ് നമ്മളെ കാട്ടുകയോ. വേമ്പനാട്ട് കായലിന്നു ചാഞ്ചാട്ടം, തങ്കമണി ചുണ്ടനിന്നു മയിലാട്ടം. ഗുണ്ടം ബോട്ടാണ് കുമരകത്തുനിന്ന് കയറിയേക്കുന്നത്. അപ്പം പിന്നെ സ്വന്തമാണോ? ഇതിന്റെ സ്റ്റാഫാ. ഇതിന്റെ ഓണറിന്റെ പേരെന്തുവാ? മനോജ് എന്നാണ് ഓണറിന്റെ പേര്. പിന്നെ ഞങ്ങക്ക് ബോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് നല്ല അടിപൊളി ഒരു വലിയ കായല്. ഇതിന്റെ പേരെന്തുവാ? വേമ്പനാട്ട് കായല്. ഇത്രയും സ്പേസ് നോക്ക്, ഭയങ്കര സ്പേസ്. ഇത് എല്ലാരും മേളിൽ ഇരിക്കുന്നവരൊക്കെ ബോട്ടിങ്ങിന് പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വീതിക്കുള്ള പോയിട്ടില്ല. ഇഷ്ടം പോലെ ബോട്ടുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഇവിടെ 2 ബെഡ്റൂം ആണുള്ളത്. കിച്ചൺ ഉണ്ട്, പിന്നെ മുകളിൽ സിറ്റ് ഔട്ട് ബാൽക്കണി ഒക്കെ ഉണ്ട്, താഴെ സിറ്റ് ഔട്ട് ഉണ്ട്. പിന്നെ അടിപൊളിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ഇത് മാക്സിമം എത്ര പേർക്ക് പോകാൻ പറ്റും? മാക്സിമം 40 പേർക്ക് പോകാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇപ്പൊ സമയത്ത് 1 മണിയായോ. നമ്മുടെ ഇന്നത്തെ ഉച്ചകൊണ്ടുള്ള സ്പെഷ്യലൊക്കെ ഒരുക്കുന്നത് ഇവിടാണ്. ഈ ബോട്ടിലെ ഷെഫാണ് അല്ലയോ? ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? നമ്മള് സാമ്പാർ, തോരൻ, ഫിഷ് കറി, കരിമീൻ ഫ്രൈ, ചിക്കൻ കറി, ഒരു സലാഡ്, ഒരു പച്ചമുളക്. ഇത് എത്ര മണിയാകുമ്പോഴത്തേക്ക് റെഡിയാവും? ഒറ്റയ്ക്ക് ഇതെല്ലാം ഉണ്ടാക്കിയ എല്ലാ ദിവസവും ഓട്ടം ഉണ്ടാവും? എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പൊ സീസൺ ആയതുകൊണ്ട് ലൊക്കേഷൻ ടൈമല്ല. ഇവിടെ അടുത്താണോ വീട്? ഇവിടുന്നൊരു 10 കിലോമീറ്റർ ഉണ്ട്. ഈ അക്കരെ വന്നിരിക്കുന്ന സ്ഥലം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങില്ല. എല്ലാവർക്കും കഴിക്കാനുള്ള വിഭവമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ ലക്ഷ്മി. സാമ്പാർ, കരിമീൻ പൊരിച്ചത്, മീൻകറി, ചിക്കൻ കറി, സലാഡ്, തോരൻ, മോര്, അച്ചാറ്, വെള്ളം. നമ്മള് വേമ്പനാട്ട് കായലിന്റെ ഒത്ത നടുക്കാണ് ഗൈസ്. അപ്പൊ നമ്മളെല്ലാവരും നല്ല കുട്ടിപ്പട്ടാളങ്ങളാണ് പിന്നെ ബോട്ട് നിയന്ത്രിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ബോട്ട് ഓടിക്കണം, അവർക്ക് കൊടുത്തേക്കുവാണ് ഇപ്പം. ഇപ്പൊ നമ്മുടെ ബോട്ട് ഇപ്പൊ ഒരു അല തല്ലി അങ്ങോട്ടൊന്ന് ഇളകുന്നതായിരിക്കും. എല്ലാരും പിടിച്ചെന്നോണ്. വേറൊരു ബോട്ട് നമ്മളെ വെട്ടിച്ച് കേറിയിട്ടുണ്ട് ഗൈസ്.
അടിച്ച് നുറുക്കിയാ കറക്കുന്നേ. വന്ന പാടെ റൂമിൽ കിടന്ന് ഉറങ്ങിയ ആളാണ്. കാശ് കൊടുത്ത് വീട്ടിൽ കൂർക്കം വെച്ച് ഉറങ്ങുമ്പോലെ റൂമിൽ കിടന്ന് ഉറങ്ങിയ ആളാണ്. ഇപ്പൊ പണ്ട് ഇറങ്ങാൻ നമ്മൾ നിർത്തി കഴിഞ്ഞപ്പോ ഇറങ്ങാൻ വയ്യാന്ന് കേട്ടോ. എവിടെ കളഞ്ഞിട്ട് പോവാ. അപ്പൊ നമ്മള് ഇറങ്ങാറായി. കേറിയെടുത്ത് തന്നെ നമ്മള് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. എല്ലാരും ഇറങ്ങുകയാണ്. നടന്നോ നടന്നോ നടന്നോ. അവിടെ പിടിച്ചു ആ തൂണിൽ പിടിച്ചു കയറുവേ. ആ തൂണിൽ പിടിച്ച് നടന്നു നടന്നു. എന്നെക്കാട്ടി വലുതാണ്. തീരെ പൊട്ടി കയറും.